ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ധ്രുവ ഡിസൈൻ സ്റ്റുഡിയോ. ഇന്ന് നമ്മൾ 3D മാക്സിൽ കൊറോണ റെൻഡറിങ്ങിൽ നമുക്ക് എങ്ങനെ ഒരു ക്യാമിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് അതുപോലെ തന്നെ ക്യാമിൻ്റെ ബേസിക് സെറ്റിങ്സുകളൊക്കെ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ് നമ്മൾ ചില ഇമേജസ് റെൻഡർ ചെയ്യുമ്പം നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എങ്ങനെ ഇത്ര ബ്ലറായിട്ട് റെൻഡറിങ് ഔട്ട് എങ്ങനെ എടുക്കാമെന്നും, അതായത് നമ്മൾ അത്തരം എഫക്ട്സുകൾ ഫോട്ടോഷോപ്പിൽ നിന്നാണോ ചെയ്യുന്നതെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. പക്ഷെ നമുക്ക് ഇത്തരം ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സുകൾ അതുപോലെ തന്നെ ബൊക്കെ എഫക്ട്സുകളെല്ലാം നമുക്ക് നമ്മളെ റെൻഡറിങ് ടൈമിൽ തന്നെ നമ്മുടെ റെൻഡറിങ് സോഫ്റ്റ്വെയർസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ കൊറോണ റെൻഡറിങ് സെക്ഷനിൽ, അതായത് കൊറോണ സോഫ്റ്റ്വെയറിൽ നമുക്ക് എങ്ങനെയാണ് അത്തരം ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ ക്യാമിൻ്റെ ഫോക്കൽ ലെങ്ത്, ക്യാമിൻ്റെ അറേഞ്ച്മെൻറ്റ് സെറ്റിങ്സുകളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സെക്ഷനിൽ കവർ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഏത് റെൻഡറിങ് സോഫ്റ്റ്വെയർസ് ആണെങ്കിലും നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് അറേഞ്ച് ചെയ്യുന്നതെല്ലാം നമുക്ക് ബേസിക് ഇതിന്റെ തിയറി എല്ലാം സെയിം ആണ്. അതായത് നമുക്ക് അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിനെ മാക്സിമം ഫോക്കസ് കിട്ടുക, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് കൂടുന്തോറുള്ള ഒബ്ജക്റ്റ് നമുക്ക് ബ്ലറായിട്ട് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ലോങ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള, അതായത് നമ്മുടെ ക്യാമിന്റെ അടുത്തുള്ള ഒബ്ജക്റ്റ് നമുക്ക് ബ്ലറായിട്ട് കിട്ടുന്നതാണ്. അതായത് നമ്മൾ ഏതൊരു ഒബ്ജക്റ്റിനാണോ ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ ആ ഒബ്ജക്റ്റിലേക്ക് നമുക്ക് കൂടുതൽ നമ്മുടെ വ്യൂ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര എഫക്ട്സുകൾ ലോഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ വളരെ അടുത്തുള്ള ഒരു ഒബ്ജക്റ്റിലാണ് നമ്മളിപ്പോൾ ഈ ഒരു നമ്മുടെ ഫോക്കസ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ബ്ലറായിട്ടും നമ്മൾ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റ് മാക്സിമം ഡെപ്തിൽ നമുക്ക് ലഭിക്കുന്നതുമാണ്. അപ്പം അത്തരം ഇമേജസുകൾക്ക് ഒരു പ്രത്യേക ഭംഗി തന്നെ ലഭിക്കുന്നതാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത്തരം ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും അതിൻ്റെ സെറ്റിങ്സുകൾ എന്തെല്ലാമെന്നാണ് ഈ ഒരു സെക്ഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും ഈ ഒരു സെക്ഷനിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മളെ ട്യൂട്ടോറിയൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുവരെ ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ സെക്ഷനിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ ഓൾറെഡി 3D മാക്സിൽ ഒരു സീന് ലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സീനിലാണ് നമ്മൾ ക്യാമിൻ്റെ സെറ്റിങ്സ് അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സുകളെല്ലാം നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു ക്യാം സെറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ജസ്റ്റ് അതിന് ഇവിടെ ടോപ്പ് വ്യൂ നിന്ന് ഒരു ക്യാമിന്, അതായത് ഇതിന് മുന്നത്തെ ട്യൂട്ടോറിയൽ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജസ്റ്റ് കൊറോണയുടെ ആ പാനൽ സെറ്റിങ്സ് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക, ആഡ് ക്യാമറ, ജസ്റ്റ് ക്യാമ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ആംഗിളിലാണോ വേണ്ടത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് നമുക്ക് ആ ക്യാമിനെ പ്ലേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിലേക്ക് ക്യാമിനെ പ്ലേസ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ക്യാമിൻ്റെ വ്യൂ കിട്ടാൻ വേണ്ടി, അതായത് നമുക്ക് ക്യാം വ്യൂ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് സി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ ഒരു ക്യാമിൻ്റെ വ്യൂ, അതായത് നമുക്ക് ക്യാമിലൂടെയുള്ള വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. നിങ്ങൾ പെർസ്പെക്റ്റീവിലാണെങ്കിൽ ജസ്റ്റ് ആ ക്യാം സെലക്ട് ചെയ്ത് സി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ ക്യാമിൻ്റെ വ്യൂ ലഭിക്കുന്നതാണ്. അപ്പോൾ അതിനുശേഷം ഞാൻ ആ ക്യാം കറക്റ്റ് പ്ലേസ് ചെയ്യാണ്. ജസ്റ്റ് ഈ ഒരു ഏരിയയിലേക്ക് ഞാൻ അതിനെ ജസ്റ്റ് പ്ലേസ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് ക്യാം സെറ്റ് ചെയ്തത്. ഇനി നമുക്ക് ഈ ക്യാമിൻ്റെ സെറ്റിങ്സുകൾ എന്തെല്ലാമെന്നെല്ലാം നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ടോപ്പ് ഏരിയയിൽ നമ്മൾ ഓൾറെഡി ക്യാം ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ആ ക്യാം സെലക്ട് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇനി അതിൻ്റെ മോഡിഫയർ ലിസ്റ്റിൽ എന്തെല്ലാം സെറ്റിങ്സുകളാണ് ക്യാമിൻ്റെ, അതായത് നമ്മൾ എന്തെല്ലാം ചേഞ്ചസുകൾ വരുത്തുമ്പോൾ എന്ത് മാറ്റങ്ങളാണ് വരുന്നതെന്നെല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് മോഡിഫയർ ലിസ്റ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇവിടെ സ്റ്റാർട്ടിങ് നിങ്ങൾക്കാണ് ടാർഗറ്റ് ഇടുന്നത്. അതായത് നമ്മളെ ക്യാമിന് ഏതെങ്കിലും ഒരു ടാർഗറ്റ് പോയിന്റ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ടാർഗറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ജസ്റ്റ് ഞാനിതോട് റിമൂവ് ചെയ്യുമ്പോൾ, അതായത് ആ ടിക്ക് ഒഴിവാക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ആ സെൻറ്ററിലുള്ള ടാർഗറ്റ് പോയിന്റ് മിസ്സാവുന്നുണ്ട്. അതായത് ടോപ്പ് ആംഗിൾ നിങ്ങൾക്കാണ് ഈ സെൻറ്ററിലുള്ള ടാർഗറ്റ് പോയിന്റ് ഞാനിവിടെ ടാർഗറ്റ് ഒഴിവാക്കുകയാണെങ്കിൽ മിസ്സാവുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും ഒബ്ജക്റ്റിലേക്ക് ടാർഗറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ടാർഗറ്റ് പോയിന്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ആ ടാർഗറ്റ് പോയിന്റിനെ ഏത് ഒബ്ജക്റ്റിലേക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് പാനലിൽ നിങ്ങൾക്ക് കാണാം, ഇവിടെ ക്യാമറ ടാർഗറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നമ്മൾ ക്യാമിൻ്റെ ടാർഗറ്റ് പോയിന്റ് ഇവിടെ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു പോയിന്റിനെ നമുക്ക് ഏത് ഏരിയയിലേക്കാണോ വേണ്ടത്, ഞാൻ ആ ടാർഗറ്റ് പോയിന്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ഏത് ഏരിയയിലേക്കാണോ ആ പോയിന്റ് വേണ്ടത് മാറ്റാൻ പറ്റും. അത് ഏത് ഒബ്ജക്റ്റിനെയാണോ ടാർഗറ്റ് ചെയ്യേണ്ടത് അതിലേക്ക് നമുക്കതിനെ മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഏരിയയിൽ നമ്മൾ ടാർഗറ്റ് പോയിന്റ് സെലക്ട് ചെയ്തു. ഇനി അതിൽ നമുക്ക് അടുത്ത സെറ്റിങ്സ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഓൾറെഡി അതുപോലെ തന്നെ ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ലോഡ് ചെയ്ത ക്യാമിന്, അതായത് നമ്മൾ രണ്ട് സൈഡിലുള്ള ഹൊറിസോണ്ടൽ ലൈൻ കറക്റ്റായി ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഹൊറിസോണ്ടൽ ലൈൻസ് ടിക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് ആ ക്യാമിന് കറക്റ്റ് സ്റ്റഡി ആയിട്ട് നമുക്ക് ആ ഒരു പെർസ്പെക്റ്റീവ് വ്യൂ കറക്റ്റായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ അത്തരം ഇമേജസ് റെൻഡർ ചെയ്യുമ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇതിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് അല്ലെങ്കിൽ ക്യാമിൻ്റെ ബേസിക് സെറ്റിങ്സുകളാണ് നോക്കുന്നത്.
അപ്പോൾ ആ ഹൊറിസോണ്ടൽ ലൈൻസ് ഉള്ള ഇമേജസ് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻസ് ക്ലിക്ക് ചെയ്താൽ മതി. അതുപോലെ നമുക്ക് അടുത്തത് പറഞ്ഞാൽ ടാർഗറ്റ് ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഈ ക്യാമിൽ നിന്ന് ടാർഗറ്റ് ഡിസ്റ്റൻസ് ഇത്രയും ഏരിയാസ് നമ്മൾ ഓൾറെഡി ഇവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ഡിസ്റ്റൻസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ഒരു 100 കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ആ ഒരു ടാർഗറ്റ് ഏരിയ അവിടുന്ന് മാറുന്നത് കാണാം. അപ്പോൾ നമ്മളത് എത്രയിലേക്കാണോ ചേഞ്ച് ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് ആ ടാർഗറ്റ് പോയിന്റ് ഇവിടുന്ന് മാറി. ഇപ്പോൾ 1-ലാണുള്ളത്, അതുപോലെ തന്നെ 15-ലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ആ വാല്യൂ, അതായത് നമ്മൾ ആ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ആ ടാർഗറ്റ് ഡിസ്റ്റൻസ് മാറുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 200 സെറ്റ് ചെയ്തു. ഇപ്പോൾ 200 നമുക്ക് ഏകദേശം ഈ ഒരു ഏരിയ വരെ നമുക്ക് ആ ഒരു ടാർഗറ്റ് പോയിന്റ് നമ്മളവിടെ സെറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് അടുത്തതുള്ളത് ഐക്കൺ സൈസ് ആണ്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഇവിടെ ക്യാം നിങ്ങൾക്ക് ഇവിടെ വിസിബിൾ ആണ്. അതിന്റെ സൈസ് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു 5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ക്യാമിന്റെ ഐക്കൺ അതായത് ആ 5-ലേക്ക് ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ചില സീനിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ക്യാമിന് കൂടുതൽ ക്യാമിന്റെ ഐക്കൺ കൂടുതൽ സൈസിൽ വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ക്യാമിന്റെ ഐക്കൺ സൈസ് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് 2 ആണെങ്കിൽ നമുക്ക് ആ ക്യാമിന്റെ സൈസ് ഇവിടെ 2-ലേക്ക് ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ഇവിടെ വരുന്ന ആ സെറ്റിംഗ്സിലുള്ളത്. അതുപോലെ തന്നെ ഷോ കോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ, അതായത് നമുക്ക് ഈ കോൺ ആംഗിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഈ ഒരു കോൺ ആംഗിൾ നമുക്ക് ഫുൾ ടൈം വ്യൂ ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ഓൾവേസ് കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ക്യാം സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും ആ ഒരു കോൺ ആംഗിൾ അവിടെ സെലക്ട് ആയിരിക്കും. അതല്ല നമ്മൾ നെവർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കോൺ ആംഗിൾ അവിടെ വിസിബിൾ അല്ല. കാരണം നമ്മളവിടെ ഓൾറെഡി ഇവിടെ ഈ ഒരു ഷോ കോൺ ഓപ്ഷൻ നെവറിലേക്ക് മാറ്റിയത് കൊണ്ടാണ്. അതല്ലെങ്കിൽ വെൻ സെലക്റ്റഡ് ആണെങ്കിൽ നിങ്ങൾ ഈ ക്യാം സെലക്ട് ചെയ്യുമ്പോൾ മാത്രം നിങ്ങൾക്ക് ആ ഒരു കോൺ ആംഗിൾ അവിടെ വിസിബിൾ ആവുന്നതാണ്. അതായത് നമുക്ക് ക്യാം സെലക്ഷൻ മാറുമ്പം എന്താ പറയുക, കോൺ ആംഗിളിന്റെ സെലക്ഷൻ അവിടുന്ന് ഒഴിവാവുന്നതാണ്. അപ്പം ജസ്റ്റ് അവിടെ ക്യാം സെലക്ട് ചെയ്യാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ സ്റ്റാർട്ടിങ്ങിൽ ബേസിക്കലി നമുക്ക് നോക്കാനുള്ളത്. അതായത് നമ്മുടെ ടോപ്പ് സെക്ഷനിൽ നോക്കാനുള്ളത്, അതായത് ടാർഗറ്റ് പോയിന്റ്, അതുപോലെ ഹൊറിസോണ്ടൽ ലൈന്, പിന്നെ നമ്മുടെ ടാർഗറ്റ് ഡിസ്റ്റൻസ്, പിന്നെ ഐക്കൺ സൈസും, പിന്നെ ഷോ കോൺ ആംഗിൾ. അത് എപ്പോഴും വിസിബിൾ ആവണമെങ്കിൽ വിസിബിൾ ആവാനുള്ള എപ്പോഴും വേണമെങ്കിൽ അതിൻ്റെ ഓൾവേസ് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും സെറ്റിങ്സുകളാണ് നമ്മൾ ഈ ടോപ്പ് പാർട്ടിൽ നോക്കുന്നത്. ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ ക്യാമിന്റെ ഫോക്കൽ ലെങ്ത് ആണ്. അതായത് ഞാൻ പറഞ്ഞു ഇത് നമ്മൾ ബേസിക് ആയിട്ട് ക്യാമിന്റെ സെറ്റിങ്സുകളാണ് നോക്കുന്നത്. ഓരോ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് ഇതിൽ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇതിൽ അടുത്തത് തന്നെ ഫോക്കൽ ലെങ്ത്. അപ്പം അതായത് നോർമലി ഒരു ഫോക്കൽ ലെങ്ത് 35 to 55 ഒക്കെ നമുക്കൊരു നോർമൽ ഫോക്കൽ ലെങ്ത് നമ്മൾ നോർമലി ക്യാമ സെറ്റ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഫോക്കൽ ലെങ്ത് കൂട്ടുന്നതിനനുസരിച്ച് ഇപ്പൊ നമ്മൾ 200 അല്ലെങ്കിൽ 120 ആ ഒരു റേഞ്ചിലേക്കൊക്കെ പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റിലേക്ക് മാക്സിമം ഫോക്കസ് ലഭിക്കുന്നതാണ്. അപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 80-ലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മൾ ആ ക്യാം ഇവിടെ ഞാൻ അതിന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, 80-ലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ 120. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മാക്സിമം നമ്മൾ ഒബ്ജക്റ്റിന്റെ ക്ലോസപ്പ് നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് മാക്സിമം ടൈറ്റ് ഷോട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഫോക്കൽ ലെങ്ത് കുറയ്ക്കുന്നതിനനുസരിച്ച് നമുക്ക് വൈഡ് ഏരിയ ആണ് ലഭിക്കുന്നത്. അപ്പോൾ ഞാനൊരു 80-ലേക്ക് ചേഞ്ച് ചെയ്യാണ്. 80-ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് അത്രയും വൈഡ് ഏരിയാസ് നമുക്ക് റെൻഡർ ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് അത്രയും വൈഡ് ഏരിയ നമുക്ക് ആ ക്യാമിലൂടെ വിസിബിൾ ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ക്യാം യൂസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. അതായത് നമ്മൾ ഈ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നത് ലെൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ 80-ലേക്കൊക്കെ ഉള്ള ലെൻസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക വൈഡ് ഏരിയാസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ നമ്മളൊരു 120 അല്ലെങ്കിൽ 200 ഒക്കെ ലെൻസ് ആണെങ്കിൽ നമുക്ക് മാക്സിമം ടൈറ്റ്, അത് ഫോക്കസ് ഉള്ള ഷോട്ടുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ നമ്മളിവിടെ 80-ലേക്ക് മാറ്റുമ്പോൾ നമുക്ക് മാക്സിമം വൈഡ് ആംഗിളും ലഭിക്കുന്നു. അതുപോലെ തന്നെ ഒരു 120-ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് മാക്സിമം ടൈറ്റ് ഷോട്ടുകൾ ലഭിക്കുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സീനിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഫോക്കൽ ലെങ്ത് നിങ്ങൾ ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ബേസിക് സെറ്റിങ്സിൽ ക്യാമിന്റെ ഫോക്കൽ ലെങ്ത്തിൽ നോക്കാനുള്ളത്. ഇനി നമുക്ക് അടുത്തതുള്ളത് എഫ് സ്റ്റോപ്പ് അല്ലെങ്കിൽ അത്തരം ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സുകളാണ്. അപ്പോൾ അത്തരം എഫക്ട്സുകൾ എങ്ങനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിന് മുന്നേ നമ്മളിപ്പോൾ ഓൾറെഡി ഇവിടെ ഫോക്കൽ ലെങ്ത് ഇതുപോലെ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഏതാണോ ഒബ്ജക്റ്റ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ഫോക്കൽ ലെങ്ത് സെറ്റ് ചെയ്യാം. ഞാൻ ഒരു 80-ലേക്ക് ഇതിനെ ചേഞ്ച് ചെയ്യാണ്, ഒരു 60. ഓക്കെ, അപ്പോൾ ഈ ഒരു അതായത് ആ ഫോക്കൽ ലെങ്ത് ഞാൻ ഈ ഒരു 60-ലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സീനിലാണ് നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സുകൾ എങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലിനി ഡെപ്ത് ഓഫ് ഫീൽഡ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നമ്മൾ റെൻഡറിങ് ടൈമിൽ, അതായത് നിങ്ങൾ ഇതുപോലെ ക്യാം അല്ലെങ്കിൽ ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ വ്യൂവിലാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ഹെവി ആവാൻ സാധ്യതയുണ്ട്. അപ്പം അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ
ഓവർറൈഡ്, അതായത് നമുക്കൊരു സിംഗിൾ മെറ്റീരിയൽസിലേക്ക് നമ്മൾ മൊത്തം ഒബ്ജക്റ്റിനെ മാറ്റാൻ പറ്റുന്നതാണ്. അതായത് മൊത്തം സീനിനെ നമുക്കൊരു സിംഗിൾ മെറ്റീരിയലിലേക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെ ചേഞ്ച് ചെയ്യാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ റെൻഡർ സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ റെൻഡർ സെറ്റപ്പിൽ നിങ്ങൾക്ക് ഇവിടെ സീനിൽ മെറ്റീരിയൽ ഓവർറൈഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മൾ ഓവറോൾ സീനിൽ ഒരു സിംഗിൾ മെറ്റീരിയലിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ലൈറ്റ് അല്ലെങ്കിൽ ക്യാമെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഈ ഒരു ടിക്ക് ക്യാൻസൽ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള ആ ഒരു നമ്മൾ ലോഡ് ചെയ്ത മെറ്റീരിയലിലേക്ക് തന്നെ മാറുന്നതാണ്. അപ്പോൾ ഞാനത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ ഈ മെറ്റീരിയൽ ഓവർറൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കാണാം. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ കൊറോണ മെറ്റീരിയൽ ആണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് കൊറോണ മെറ്റീരിയൽ സെലക്ട് ചെയ്യുക. അതിൽ കൊറോണ നോർമൽ ഒരു മെറ്റീരിയൽ, അതായത് കൊറോണ മെറ്റീരിയൽ ബേസിക് മെറ്റീരിയൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിനുശേഷം ഞാൻ ജസ്റ്റ് ഇവിടെ ഓക്കെ കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഓവറോൾ സീന് നമുക്ക് എന്ത് ചെയ്യുക, ഒരു കൊറോണയുടെ ബേസിക് മെറ്റീരിയലായിരിക്കും നമ്മൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഔട്ട് കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് അത് എങ്ങനെയാണ് ഔട്ട് കാണുന്നത് ജസ്റ്റ് നമുക്ക് നോക്കാം. ജസ്റ്റ് എന്ത് ചെയ്യുക, IPR നമ്മൾ കൊറോണയുടെ റെൻഡറിങ് പാനൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത ആ ഒബ്ജക്റ്റിനെല്ലാം കൊറോണയുടെ ബേസിക് മെറ്റീരിയലാണ് ലോഡ് ആയിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് ഇത്തരം കൊറോണ മെറ്റീരിയൽസ് ഓവർറൈഡ് കൊടുക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ചില സീനിൽ ഒരുപാട് ടെക്സ്ചേഴ്സ് ലോഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ലൈറ്റ് അല്ല അത്തരം കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ സീൻ ഹെവി ആവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിൻ്റെ ഡെപ്ത് ഏത് ഏരിയയിൽ നിന്നാണോ നമുക്ക് മാക്സിമം ലൈറ്റ് വേണ്ടത്, അതുപോലെ തന്നെ ആ ലൈറ്റിൻ്റെ ഷെയ്ഡൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവാൻ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരം മെറ്റീരിയൽ ഓവർറൈഡ് കൊടുക്കുക. അപ്പോൾ ഉള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കറക്റ്റ് ലൈറ്റ് പ്ലേസ് ചെയ്യാനും അതുപോലെ തന്നെ ക്യാമെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ നോർമൽ മെറ്റീരിയലിലേക്ക് ചേഞ്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ജസ്റ്റ് ആ മെറ്റീരിയൽ ഓവർറൈഡ് ടിക്ക് ഒഴിവാക്കുകയാണ്. അപ്പോൾ സീന് സെലക്ട് ചെയ്യുക, അതിൽ നമ്മൾ ആ മെറ്റീരിയൽ ഓവർറൈഡ് ക്ലിക്ക് ഒഴിവാക്കുകയാണെങ്കിൽ നമ്മൾ ആ നോർമൽ ലോഡ് ചെയ്ത ആ മെറ്റീരിയലിലേക്ക് അത് തിരിച്ചു പോകുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെയുള്ള സീനുകൾ സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ അതായത് ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്പീഡ് കിട്ടുന്നതാണ് വർക്കിൽ. അതുപോലെ തന്നെ നമുക്ക് ലൈറ്റിങ്ങിൽ കൂടുതൽ കൺട്രോൾസും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡിൻ്റെ സെറ്റിങ്സിനെ നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആ ഡെപ്ത് ഓഫ് ഫീൽഡ് സെറ്റിങ്സിന്റെ ബേസിക് കാര്യങ്ങൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് ഇതിൽ നമ്മൾ വെബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് ഇമേജസ് കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണാം നമ്മൾ സെലക്ട് ചെയ്യുന്ന ഒബ്ജക്റ്റ്, അതായത് ഫോക്കൽ ഡിസ്റ്റൻസ്, നമ്മൾ ഓൾറെഡി ക്യാമിൻ്റെ ഫോക്കൽ ഡിസ്റ്റൻസും ലെങ്ത് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ഒരു ഡിസ്റ്റൻസിൽ നമുക്ക് ആ ഒരു ഏരിയ വരെയുള്ള ഒബ്ജക്റ്റിനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് നമ്മൾ ആ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൽ നമുക്ക് അതിന് ഫോക്കസ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ അതിൽ നിന്ന് ദൂരത്തേക്കുള്ള ഒബ്ജക്റ്റുകൾ നമുക്ക് എന്ത് ചെയ്യാം, ബ്ലറായിട്ടും ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരം ഇമേജസുകളുടെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് കൂടുതലായിട്ട് ഭംഗി, അതായത് നമുക്ക് അതിന് കൂടുതലായിട്ട് വിസിബിൾ ആവുന്നതാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് അത്ര ഇമേജസുകൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഇമേജിൽ നമ്മൾ ഫ്രണ്ടിലുള്ള ഒബ്ജക്റ്റിനല്ല നമ്മൾ ഫോക്കസ് ചെയ്തത്, അതായത് നമ്മൾ ദൂരത്തേക്കുള്ള ഈ ഒരു ഫ്ലവറിലാണ് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഫ്ലവറിൽ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഫ്രണ്ടിലുള്ള അത്രയും ഏരിയാസ് നമുക്ക് ബ്ലറായിട്ട് ലഭിക്കുന്നതാണ്. അപ്പം നമ്മൾ ഈ എഫ് സ്റ്റോപ്സ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് ഇത്തരം ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സുകൾ മാറുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ഇമേജിൽ തന്നെ കാണാം. ഇപ്പോൾ എഫ് സ്റ്റോപ്പ് 1.8, ഇപ്പം നിങ്ങൾ ക്യാം ഉപയോഗിക്കുന്നവർക്ക് അത് മനസ്സിലാവും. അതായത് എഫ് സ്റ്റോപ്പ് നമ്മൾ കുറഞ്ഞ വാല്യൂസിലേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ എഫ് സ്റ്റോപ്പിൻ്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഹൈ വാല്യൂസിലേക്ക് പോകണം, ഇപ്പം 18ലേക്കൊക്കെ പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വൈഡ് ഡെപ്ത് ഓഫ് ഫീൽഡാണ് ലഭിക്കുന്നത്. അതായത് നമുക്ക് ആ ഒരു ഒബ്ജക്റ്റിൽ നിന്നും വിട്ടിട്ട് അതിൽ നിന്നും മാറിയിട്ട് ദൂരത്തേക്കുള്ള അത്രയും ഏരിയാസിലേക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു വ്യൂ ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒരുപാട് അത്ര ഇമേജസുകൾ നിങ്ങൾക്ക് കാണാം. അതായത് നമ്മൾ ഇതിൽ ഈ ഒരു ഇമേജിലൊക്കെ ഫോക്കസ് ചെയ്യുന്നത് കറക്റ്റ് ആ ഒരു സെൻട്രൽ ഒബ്ജക്റ്റിനെ മാത്രമാണ് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരം അതിന് ചുറ്റുമുള്ള അത്രയും ഒബ്ജക്റ്റുകൾ എന്ത് ചെയ്യുക, നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സ് കൊടുക്കുന്നതിനനുസരിച്ച് ബ്ലറായി ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെയാണ് ഈ ഒരു ഫോക്കസ് ലഭിക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു ഇമേജിൽ കൂടുതൽ ഭംഗി ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സുകൾ ലോഡ് ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ ബേസിക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യുന്ന ഇത്തരം 3D വർക്ക്സിൽ എങ്ങനെയാണ് ഇത്തരം ഡെപ്ത് ഓഫ് ഫീൽഡ് വർക്ക് ചെയ്യുന്നതെന്നും അപ്പോൾ അതിൻ്റെ വാല്യൂസുകൾ എങ്ങനെയാണ് നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇതിൽ ഈ ഒരു ബേസിക് നിങ്ങൾ പഠിച്ചു വെക്കുക. എഫ് സ്റ്റോപ്പിൻ്റെ വാല്യൂസ് കുറയ്ക്കുന്നതിനനുസരിച്ചിട്ട്, അതായത് 1.8 to 2. അതുപോലെ തന്നെ 4 ഇത്തരം റേഞ്ചിലേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് നമുക്ക് നല്ലൊരു ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കുന്നതാണ്. നമ്മൾ ഒബ്ജക്റ്റിന് മാക്സിമം ഫോക്കസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഹൈയിലേക്ക് പോകുന്തോറാണ് നമുക്ക് അതിൻ്റെ വൈഡ് ഏരിയ ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്കിനി നമ്മൾ 3D Max അതായത് കൊറോണ റെൻഡറിങ് നമുക്കത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം.
ഓക്കെ. അപ്പൊ നമ്മളെന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ ക്യാം സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങള് ക്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കില് നമ്മൾ മോഡിഫയർ ലിസ്റ്റില് ഡൗണിലേക്ക് പോയി കഴിഞ്ഞിരിക്കുകയാണെങ്കില് നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ്, അതായത് ഇവിടെ നിങ്ങൾക്ക് ഡെപ്ത് ഓഫ് ഫീൽഡിന്റെ എഫക്ട്സ് എനേബിൾ ആയിരിക്കില്ല. അപ്പൊ ഞാനിവിടെ ഓൾറെഡി ടിക്ക് ഇട്ടതുകൊണ്ടാണ്. അപ്പൊ നിങ്ങള് ക്യാം സെലക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടെ ഡെപ്ത് ഓഫ് ഫീൽഡ് എഫക്ട്സ് എനേബിൾ ആയിരിക്കില്ല. അപ്പൊ ജസ്റ്റ് ഈ ഡെപ്ത് ഓഫ് ഫീൽഡ് ടിക്ക് ചെയ്യുക, അതായത് നമ്മൾ ആ ഡെപ്ത് ഓഫ് ഫീൽഡ് എനേബിൾ ചെയ്യാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇപ്പൊ ഞാനിവിടെ ഡെപ്ത് ഓഫ് ഫീൽഡ് എനേബിൾ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ആ ഒരു സീനിൽ നമുക്ക് ഇവിടെ ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഫ്രണ്ടിൽ ഒബ്ജക്റ്റ് ഫോക്കസ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ബാക്കിലേക്കുള്ള ഏരിയാസ് ബ്ലർ ആയിട്ട് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു വാല്യൂസ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞു തന്നു. അതായത് നമ്മൾ എഫ് സ്റ്റോപ്പ്, ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം എഫ് സ്റ്റോപ്പ്, അതായത് ക്യാമിന്റെ സെറ്റിംഗ്സിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് എടുത്ത ആ സെയിം ഏരിയയിൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഡൗണിലേക്ക് കാണാം എഫ് സ്റ്റോപ്പ്. ഈ എഫ് സ്റ്റോപ്പിന്റെ വാല്യൂ ഞാനിപ്പോൾ 2-ലാണുള്ളത്. അപ്പൊ ജസ്റ്റ് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആ 3D കൊറോണയുടെ ഒരു നോട്ട് പാനൽ വരുന്നതാണ്. അപ്പൊ അതിൽ സ്റ്റാൻഡേർഡ് 1 മുതൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇവിടെ 1 ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ 1 ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മൾ ആ റെൻഡറിംഗിൽ മാക്സിമം ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കുന്നതാണ്. അതായത് നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു ഏരിയ മാത്രമാണ് നമുക്കിപ്പോൾ ഫോക്കസ് ആയിട്ട് ലഭിക്കുന്നത്. ബാക്കി അത്രയും ഏരിയാസ് ബ്ലർ ആയിട്ടാണുള്ളത്. അപ്പോൾ ഞാൻ എഫ് സ്റ്റോപ്പ് ഒരു 18ലേക്ക് ചേഞ്ച് ചെയ്യാണ്. 18ലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഒരു വൈഡ് ഏരിയയിലേക്ക്, അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഇത്രയും ഏരിയാസ് ഇപ്പം നമുക്ക് വിസിബിൾ ആണ്. അതായത് നമുക്ക് അത്രയും വൈഡ് ഏരിയയിലേക്ക് നമുക്ക് അതിൻ്റെ ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഏരിയാസ് നമുക്ക് വിസിബിൾ ആണ്. അപ്പോൾ നിങ്ങൾ ഓരോ ഒബ്ജക്റ്റ്, അതായത് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ സീനിനനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എഫ് സ്റ്റോപ്പ് ചേഞ്ച് ചെയ്യുക. അതിനനുസരിച്ച് നമുക്ക് നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് ലഭിക്കുന്നതാണ്. ഇനി നമുക്കിതിൽ ഓരോ ഒബ്ജക്റ്റിലേക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യാൻ, അതിന് അതായത് നമ്മൾ ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് നമുക്കത് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്യാമിൽ അത് എങ്ങനെ സെറ്റ് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ ജസ്റ്റ് ഇവിടെ നമ്മൾ ഓൾറെഡി ഇവിടെ ക്യാം ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിന് നിങ്ങൾ ഓൾറെഡി ഇവിടെ ടാർഗറ്റ് പോയിന്റും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ആ ഒരു ടാർഗറ്റ് പോയിന്റ് ആദ്യം നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ടാർഗറ്റ് പോയിന്റ് സെലക്ട് ചെയ്തു. ഇതാണ് നമ്മൾ ആ ഒരു ടാർഗറ്റ് പോയിന്റ്. ആ ടാർഗറ്റ് പോയിന്റ് ഞാൻ ജസ്റ്റ് ഈ ഒരു ലൈറ്റിലേക്കാണ് പ്ലേസ് ചെയ്യുന്നത്. ഞാൻ ജസ്റ്റ് ആ ലൈറ്റിലേക്ക് പ്ലേസ് ചെയ്തു. അതിനുശേഷം ഞാനിവിടെ ക്യാമിന്റെ എഫ് സ്റ്റോപ്പ് വാല്യൂ കുറയ്ക്കുകയാണ്. അതായത് നമുക്ക് ആ ഒരു ലൈറ്റിന് മാത്രം നമുക്ക് ഫോക്കസ് കിട്ടിയാൽ മതി. ഞാൻ ജസ്റ്റ് ഒരു എഫ് സ്റ്റോപ്പ് 2ലേക്ക് ചേഞ്ച് ചെയ്തു. അതിനുശേഷം നമുക്ക് ആ ജസ്റ്റ് ആ ഒരു സീന് ക്യാമറയിൽ ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ക്യാമിന് മാത്രമാണ് നമുക്ക് ഫോക്കസ്, അതായത് നമ്മൾ ഈ ഒരു ലൈറ്റിന് മാത്രമാണ് നമുക്ക് ഫോക്കസ് ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചുകൂടി ടൈറ്റ് ഷോട്ടാണ് വേണ്ടതെങ്കിൽ ജസ്റ്റ് നിങ്ങൾ ക്യാം സെലക്ട് ചെയ്യുക. ക്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോക്കൽ ലെങ്ത് ഇവിടെ 60-ലാണുള്ളത്. അപ്പോൾ ഞാനതൊരു 80ലേക്ക് ചേഞ്ച് ചെയ്യാണ്. 120. ഓക്കെ, അപ്പം ഞാനൊരു 120ലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഈ ഒരു കറക്റ്റ് ലൈറ്റിലേക്കാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എഫ് സ്റ്റോപ്പ് വാല്യൂ ഞാൻ 1ലേക്ക് ചേഞ്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലൈറ്റിൽ മാത്രമാണ് നമുക്കിപ്പം ക്യാം ഫോക്കസ് വരുന്നത്. അതിന് ചുറ്റുമുള്ള അത്രയും ഒബ്ജക്റ്റുകൾ നമുക്ക് ബ്ലർ ആയിട്ടാണ് ലഭിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടാർഗറ്റ് പോയിന്റ് ഏത് ഒബ്ജക്റ്റിലേക്കാണോ സെലക്ട് ചെയ്തത്, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റിലാണ് നമുക്ക് എന്ത് ചെയ്യുക, ആ ഒരു നമുക്ക് ഫോക്കസ് ലഭിക്കുന്നത്. അപ്പം ബാക്കി അത്രയും ഏരിയാസ് നമുക്ക് മാക്സിമം ബ്ലർ ആയിട്ട് ലഭിക്കുന്നതാണ്. ഇനി നമുക്ക് ഈ ടാർഗറ്റ് പോയിന്റ് സെലക്ട് ചെയ്തിട്ട് ഇത് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇനി അതിലെ അടുത്ത ഓപ്ഷൻസുകൾ, അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമുക്ക് ഓരോ ഒബ്ജക്റ്റിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇപ്പം ഞാൻ ടാർഗറ്റ് പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. അതുപോലെ നമുക്കിനി ഇതിൻ്റെ അടുത്ത ഓപ്ഷനിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത സെറ്റിംഗ്സിലേക്ക് പോകാം. അപ്പോൾ ജസ്റ്റ് ഞാനിവിടെ ക്യാം സെലക്ട് ചെയ്യാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് നമ്മൾ ഓൾറെഡി ഇവിടെ ഡെപ്ത് ഓഫ് ഫീൽഡ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെ നിങ്ങൾക്ക് ഓവർറൈഡ് ഫോക്കസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അപ്പോൾ ജസ്റ്റ് ആ ഓവർറൈഡ് ഫോക്കസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് ചെയ്യുക, വാല്യൂസ് ഉണ്ട്. അതായത് 200 സെൻറ്റിമീറ്ററിലാണ്, അതായത് നമ്മൾ ആ ഡിസ്റ്റൻസിലാണ് നമ്മൾ ആ ഒരു ഫോക്കസിൻ്റെ നമ്മൾ ഡെപ്ത് ഓഫ് ഫീൽഡ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു 200 വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമുക്ക് എന്താ പറയുക, അത്രയും ആ ഒരു ഏരിയാസിലേക്ക് നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനൊരു 300ലേക്ക് ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ നമ്മളത് മാറ്റുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് അത്രയും ഏരിയാസിൽ ആ ഒരു ഡെപ്ത് ഓഫ് ഫീൽഡ് ചേഞ്ച് ആവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് ഡെപ്ത് ഓഫ് ഫീൽഡിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അതുപോലെ നമുക്ക് കൂടുതൽ എളുപ്പമുള്ള മറ്റൊരു ഓപ്ഷനാണ് നമുക്ക് ഒബ്ജക്റ്റ്. അതായത് ജസ്റ്റ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യാണ് ഞാൻ. ഈ ഒബ്ജക്റ്റ്, അതായത് ഓവറൈഡ് സെലക്ട് ചെയ്യുക, അതിൽ നിങ്ങൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് ഏത് ഒബ്ജക്റ്റിനെയാണോ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യേണ്ടത്, ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിന് നമുക്ക് ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഏതാണോ ഒബ്ജക്റ്റ്, ജസ്റ്റ് ആ ഒബ്ജക്റ്റിൽ ഞാൻ ക്ലിക്ക് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മൾ ആ സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ നെയിം ഇവിടെ ആക്റ്റീവ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന് ഫോക്കസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഒരു ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതുപോലെ എഫ് സ്റ്റോപ്പ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് തന്നെ കാണാം. ഇപ്പം ഞാൻ ആ ഒരു ബോട്ടിലാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോട്ടിലേക്ക് അല്ല, ഫ്ലവർ വേസിലേക്ക് നമുക്ക് അതിൻ്റെ ഫോക്കസ്
മാറുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നത്. അതായത് ഏത് ഒബ്ജക്റ്റ് ആണോ വേണ്ടത് ജസ്റ്റ് ഞാൻ ഒബ്ജക്റ്റിന്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതാണോ ഒബ്ജക്റ്റ് ജസ്റ്റ് ആ ഒരു ഒബ്ജക്റ്റിൽ ഞാൻ ജസ്റ്റ് എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ ഈ ഒരു ടേബിളിന്റെ മുകളിൽ ഈ ഒരു ബുക്ക് ആണെങ്കിൽ ജസ്റ്റ് ഈ ബുക്ക് സെലക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം ഇവിടെ ഒബ്ജക്റ്റിൽ ആ ഒരു ബുക്ക് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിന്റെ റൺ റൗട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാം നമ്മൾ ആ ഒരു ഫോക്കസ് കറക്റ്റ് ആ ഒരു ബുക്കിലേക്ക് നമുക്ക് അതിന്റെ ഫോക്കസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര ഏരിയാസിൽ നമുക്ക് അതിന്റെ ആ ഒരു റെൻഡറിങ് ഔട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തിട്ട് ഈ ഡെപ്ത് ഓഫ് ഫീൽഡിന്റെ സെറ്റിംഗ്സ്, അതായത് നമുക്ക് 3 സെറ്റിംഗ്സ് നമ്മളിപ്പോൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അതിൽ നമുക്ക് അതിന്റെ വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇനി നമുക്കതിൽ മോഷൻ ബ്ലറിന്റെ എഫക്ട്സ് ഉണ്ട്. അത് ഞാൻ ഏതെങ്കിലും ഒരു ആനിമേഷന്റെ റൊട്ടേഷൻ കാണിക്കുമ്പോൾ നമുക്ക് ആ ഒരു മോഷൻ ബ്ലർ സെറ്റിംഗ്സുകൾ ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഇനി നമുക്ക് ഇതിൽ അടുത്തതായിട്ട് നോക്കാനുള്ളത് ബൊക്കെ എഫക്ട്സുകളാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ ജസ്റ്റ് ബൊക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് എഫക്ട്സുകളാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇവിടെ ബൊക്കെ ഓവർറൈഡ് കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ബൊക്കെ ഓവർറൈഡ് കൊടുത്തു കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ആ ഒരു ഒബ്ജക്റ്റിലേക്ക് നമുക്ക് നമ്മൾ ആ ഒരു ബ്ലറിനെസ്സിൽ നമ്മൾ ആ ഒരു ബൊക്കെ എഫക്ട്സ് ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിന് ജസ്റ്റ് എഫ് സ്റ്റോപ്പ് ഇവിടെ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ എഫ് സ്റ്റോപ്പ് ഒരു 3ലേക്ക് ചേഞ്ച് ചെയ്തു. എഫ് സ്റ്റോപ്പ് 3ലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള ബൊക്കെ എഫക്ട്സുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ജസ്റ്റ് ആ ബൊക്കെ ക്ലിക്ക് ചെയ്യുക, അതിനുശേഷം അതിൽ ഓവർറൈഡിൽ ഇപ്പോൾ സർക്കിൾ ആണുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബ്ലേഡഡ് ഉണ്ട്. അതായത് ഇപ്പോൾ 6 കോണാണ്, അത് നിങ്ങൾക്ക് ഇവിടെ 3ലേക്ക് എത്ര കോണിലേക്ക് വേണോ അതിനനുസരിച്ചിട്ട് ആ ബ്ലേഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം ബൊക്കെ എഫക്ട്സുകൾ നിങ്ങൾ ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ലൈറ്റ് പോലെ, അതായത് ലൈറ്റ് മെറ്റീരിയൽ പോലുള്ള ടെക്സ്ചേഴ്സ് ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ആ കറക്റ്റിൽ ആ ബൊക്കെ എഫക്ട്സുകൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ അത് സർക്കിൾ ആണെങ്കിൽ സർക്കിളിലേക്ക് ചേഞ്ച് ചെയ്യാൻ, ഏത് ടൈപ്പ് ബൊക്കെ എഫക്ട്സ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് അതിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം ബൊക്കെ എഫക്ട്സുകളൊക്കെ നമ്മൾ എന്തായാലും ഇനിയും മുന്നോട്ട് ഒരുപാട് ട്യൂട്ടോറിയൽസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മോഷൻ ബ്ലറിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നിങ്ങൾക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അതായത് ഒരു തുടക്കക്കാർക്ക് 3Dയിലേക്ക് വരുന്ന ഒരാൾക്ക് ഡെപ്ത് ഓഫ് ഫീൽഡ് എങ്ങനെ യൂസ് ചെയ്യാമെന്നും, അതുപോലെ തന്നെ ഡെപ്ത് ഓഫ് ഫീൽഡിന്റെ ബേസിക് സെറ്റിംഗ്സുകൾ നമ്മൾ എഫ് സ്റ്റോപ്പ് എന്തിന് ചെക്ക് ചെയ്യുന്നെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത്രയൊരു ലെങ്ത്തിൽ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. കാരണം ഒരുപാട് പേര് കമന്റ് ചെയ്യാറുണ്ട്, നമ്മൾ എങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഫോട്ടോഷോപ്പിലാണോ നിങ്ങൾ ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഇമേജസ് ബ്ലർ ചെയ്യുന്നത്, അതായത് ആ ഒബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തിട്ട് ബാക്കി ഏരിയ ബ്ലർ ചെയ്യുന്നതെന്നെല്ലാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുള്ളത്. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്തൊരു സെക്ഷനിൽ കൊറോണയുടെ മറ്റ് സെറ്റിംഗ്, അതായത് സൺ ആൻഡ് സ്കൈ ലൈറ്റ് എഫക്ട്സുകൾ ഉണ്ട്, അതുപോലെ തന്നെ നമ്മൾ കൊറോണ മെറ്റീരിയൽസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ ഞാൻ അടുത്തൊരു ട്യൂട്ടോറിയലിൽ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ വരുന്ന ട്യൂട്ടോറിയലൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു സെക്ഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു ട്യൂട്ടോറിയൽ വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.